ഇന്ന് നമ്മൾക്കൊരു സ്രാവ് കറി വയ്ക്കാം എന്ന് വിചാരിച്ചാണ്. സ്രാവ് കറിക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. തേങ്ങ ചിരകി വെച്ചിരിക്കുന്നു. അതിനകത്ത് 5-6 ഉണക്കമുളക്, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുവന്നുള്ളി, മല്ലി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉലുവ, അത്രയും ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ തേങ്ങ ഇടുകയാണ് വറക്കാൻ. ഒരല്പം പെരുംജീരകം കൂടി ഇടേണ്ടതാണ്. മീൻ ഇനി എത്തിയിട്ടില്ല, വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒന്ന് അരപ്പെല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ വറുത്തരച്ചിട്ട് സ്രാവ് കറി വയ്ക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ കറി അധികം ആരും ഇവിടെ കൂട്ടില്ല, എല്ലാവർക്കും വറുത്തതിനോടാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് അങ്ങോട്ട് കറിയാക്കാം എന്ന് വിചാരിച്ചു. സ്രാവ് കുറേ കാലമായി മേടിച്ചിട്ട്. ഉണക്കസ്രാവല്ല, പച്ചസ്രാവാണ് കേട്ടോ. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അരപ്പ് ഒരുപാടങ്ങ് മൂക്കണ്ട, എന്നാൽ ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ വരുമ്പോഴേക്കും മാറ്റണം. ഏകദേശം വറവായിട്ടുണ്ട്. തീ നിർത്തി ഇനി ഇതിൽ കിടന്നൊന്ന് ചൂടായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോഴിനിയും തക്കാളി, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റണം. അതിനു വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടി ഇടുക. ഇതിലേക്ക് തക്കാളി, ഒരു മുറി വലിയ തക്കാളിയാണ്, അതുകൊണ്ട് ഒരു മുറി തക്കാളി എടുത്തിട്ടുണ്ട്.
കടുക്, വേപ്പില, തക്കാളിയായിട്ടുണ്ട്. അതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ്, ഒരു ചെറിയ സ്പൂണാണ്. അപ്പോൾ അതൊരു 1.5 സ്പൂൺ. നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട്, നമ്മുടെ തേങ്ങയ്ക്കകത്ത് നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ടാണ് നല്ല വറുത്തത്. അപ്പോൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇതൊക്കെ ചേർക്കും. കാരണം സ്രാവ് എന്ന് പറഞ്ഞാൽ എരിവ് നല്ലോണം വേണ്ട ഒരു മീനാണ്. അതുകൊണ്ട് ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം. അരപ്പിൽ ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു പിഞ്ച് അതിലേക്ക് നമ്മൾ ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തേങ്ങ അരച്ചത്, തേങ്ങയെല്ലാം കൂടി വറുത്തരച്ചത് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ തേങ്ങ വറുത്തരച്ചത് മുഴുവൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരല്പം കൂടി കഴുകി മിക്സി പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്താ പനി എടുക്കാൻ ഇതൊന്ന് തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് മീനെടുത്തിടണം. ഇനി നമുക്ക് മീനെ അതിലേക്ക് ഇടാം. വറക്കാൻ വേണ്ടല്ലോ, കറി കൂട്ടിക്കും. സ്രാവാണ്, നല്ല സ്രാവാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, അടച്ച് വയ്ക്കാം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്നു. പാകത്തിന് എല്ലാമായി, എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. ഒരു ലേശം കൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇറക്കാം. അങ്ങനെ സ്രാവ് കറി റെഡിയായി. കറി റെഡിയായി, വറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അധികം വറ്റിയാൽ കട്ടയായി പോകും. അതുകൊണ്ട് ഒക്കെ റെഡി. ഓക്കെ.